ആംബുലൻസും KSRTC ബസ്സും കൂട്ടിയിടിച്ച് 9 പേർക്ക് പരിക്ക്. പത്തനംതിട്ട കലഞ്ഞൂരിൽ രാവിലെ 11:15 അപകടം. തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയ്ക്ക് വന്ന ബസ്സും രോഗിയുമായി തിരുവനന്തപുരത്തേക്ക് പോയ ആംബുലൻസുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസിന്റെ പിൻഡോർ വഴി രോഗി പുറത്തേക്ക് തെറിച്ചു വീണു. നിയന്ത്രണം തെറ്റിയ ബസ് ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. പരിക്കേറ്റ ആംബുലൻസ് ഡ്രൈവർ മിഥുൻ, രോഗി ബന്ധു എന്നിവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഡ്രൈവർ സിജോ അടക്കം പരിക്കേറ്റ മറ്റുള്ളവർ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ ഈ റോഡ് പണി തീർന്നേ പിന്നെ ഈ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ സ്കൂളിന്റെ മുന്നിൽ ഒരുപാട് ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡിലെ പോസ്റ്റുകളെ ഈ വാരിക്കേടുകൾ നോക്കാമെങ്കിൽ എന്തുമാത്രം ഡാമേജ് പറ്റിയിരിക്കുകയെന്നാണ്. ഇലക്ട്രിസിറ്റി ചെന്ന് പറയാമെങ്കിൽ ചോദിക്കാമെങ്കിൽ അവർ പറയും എത്ര പോസ്റ്റുകൾ ഇവിടെ ആക്സിഡന്റ് പറ്റി മാറിയെന്നുള്ളത്. ഇപ്പൊ ആ പോസ്റ്റ് തന്നെ നോക്ക്, മാസങ്ങൾക്ക് മുന്നേ ഇടിച്ച് കളിക്കുന്നതാണ്. ഭയങ്കര ആക്സിഡന്റുകൾ ഉണ്ടാക്കി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ വെച്ചാണ് ഇടിച്ചത്. ആംബുലൻസ് വന്നിട്ട് ഇതുപോലെ തെന്നിയിട്ട് ഈ KSRTCയിൽ ഇടിച്ചിട്ട് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയതാണ്. ഇതിനകത്ത് മൊത്തത്തിൽ 9 പേരുണ്ട്. ഇതിനകത്ത് എല്ലാം കൂടെ ഡ്രൈവർ ഉൾപ്പെടെ, ആംബുലൻസ് ഡ്രൈവർ, ഇതിന്റെ ഡ്രൈവർ, ആംബുലൻസിൽ 2 രോഗി, ഒരു രോഗി, രോഗിയുടെ കൂട്ടിരുന്ന ഒരാള്. അപ്പൊ ആ ഒരു സ്ത്രീ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണു, റോഡിൽ വീണു. ബാക്കി ഇതിനകത്ത് 6-7 പേരുണ്ട്. അവരുടെ എല്ലാം മുഖമാണ് മുറിഞ്ഞേക്കുന്നത്, പിന്നെ ഈ ഒരു ഭാഗമാണ് മുറിഞ്ഞേക്കുന്നത്. നമ്മുടെ കലഞ്ഞൂരിനെ സംബന്ധിച്ചിടത്തോളം KSTPയുടെ റോഡ് വികസനത്തിന് ശേഷം ഈ പ്രദേശത്ത് വലിയൊരു അപകട മേഖലയായിട്ടിരിക്കുന്നത് തുടർക്കഥയാണ്.